ഹായ് സ്റ്റുഡൻസ്, ടോക്സിക്കോളജി ആൻഡ് ടോക്സിക്കോളജിക്കൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആർസനിക് എന്ന് പറയുന്ന ഹെവി മെറ്റലിൻ്റെ ബയോളജിക്കൽ ഇമ്പാക്റ്റ് വരെ പറഞ്ഞാണ് നിർത്തിയത്. സോ നമുക്ക് അവിടെ നിന്നും കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലെഡ് വെച്ചിട്ടാണ്. നമുക്കറിയാം ലെഡ് എന്ന് പറയുന്ന അതും ഒരു ഹെവി മെറ്റൽ തന്നെയാണ്. അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് സിൽവർ കളറിലായിരിക്കും. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്, നല്ല ഷൈനിങ് ഒക്കെ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും ലെഡിന് ഉണ്ടാവുക. ഇനി ഈ ലെഡ് പൊല്യൂഷൻ്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് മെറ്റൽ പ്ലേറ്റിംഗ്, ഫിഷിംഗ് ഓപ്പറേഷൻസ്, സോയിൽ വേസ്റ്റ്, ഫാക്ടറി ചിമ്നീസ്, മെൽറ്റിംഗ് ഓഫ് ഓസ്, വേസ്റ്റ് ഫ്രം ബാറ്റർ ഇൻഡസ്ട്രീസ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് നമ്മുടെ ലെഡിൻ്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നുമൊക്കെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് ലെഡ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മെറ്റലൊക്കെ പ്ലേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ലെഡ് വളരെയധികം എമൗണ്ടിൽ പുറത്തേക്ക് വേസ്റ്റായിട്ടുമൊക്കെ വരുന്നുണ്ട്. പിന്നെ കോപ്പറിനെ പോലെ കോപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം ലെഡ് ഓൺലി പ്ലേസ് എ ഫിസിയോളജിക്കൽ ആക്സെപ്റ്റ് നോ ബയോളജിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ ഫിസിയോളജിക്കൽ ആക്സെപ്റ്റ്സ് മാത്രമേ ലെഡ് ചെയ്യത്തുള്ളൂ. അപ്പം എപ്പോഴാണ് നമ്മൾ ഈ ലെഡ് പോയിസണിങ് അല്ലെങ്കിൽ ലെഡിന് വിധേയമാകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഹ്യൂമൻസിന് ഡയറക്റ്റായിട്ട് ലെഡുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ മൈനിങ് അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽ ബേണിംഗ് ഒക്കെ സമയത്ത് ഒക്കെയാണ് നമുക്ക് ഈ ലെഡുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്ട്സ് വരുന്നത്. അപ്പോൾ ബേൺ ചെയ്യുന്ന സമയത്ത് ഈ ലെഡ് കണ്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൗണ്ട്സൊക്കെ ബേൺ ചെയ്യുന്ന സമയത്താണ് ഈ ലെഡും അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട്സും ഒക്കെ എയറിലേക്കും സോയിലിലേക്കും വാട്ടറിലേക്കും ഒക്കെ എക്സ്പോസ് ചെയ്യുന്നു. അപ്പം ബേസിക്കലി ഇതെങ്ങനെ എൻവയോൺമെൻറ്റിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചാൽ ഈ ലെഡിൻ്റെ കോമ്പൗണ്ട്സും ഒക്കെ ബേണിങ്ങിലൂടെയാണ് എത്തുന്നത്. നമ്മുടെ പിന്നെ ഈ ലെഡിൻ്റെ ഒരു ബയോളജിക്കൽ ഇഫക്റ്റ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ്. അപ്പം വളരെ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു ലാർജ് എമൗണ്ടിൽ നമ്മളിങ്ങനെ ലെഡെന്ന് പറയുന്ന ഈ ഒരു ഹെവി മെറ്റലിൻ്റെ പോയിസണിങ്ങിന് അടിമയാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് ലെഡ് പോയിസണിങ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക്, അതായത് അക്യൂട്ട് ലെഡ് പോയിസണിങ് അല്ലെങ്കിൽ ക്രോണിക് ലെഡ് പോയിസണിങ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഉണ്ടാവാനായിട്ടുള്ള സിംറ്റംസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് എപ്പിറ്റേറ്റ്, ഹെഡേക്ക്, ഹൈപ്പർ ടെൻഷൻ, അബ്ഡോമിനൽ പെയിൻ, റീനൽ ഡിസ്ഫങ്ഷൻ, ഫാറ്റിക്, സ്ലീപ്ലെസ്നെസ്, ആർത്രൈറ്റിസ്, ഹാലൂസിനേഷൻസ് ആൻഡ് വെർട്ടിഗോ തുടങ്ങിയ സിംറ്റമുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ മൈനിങ് ഇൻഡസ്ട്രിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള 2-3 സിംറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അയാൾക്ക് അക്യൂട്ട് ലെഡ് പോയിസണിങ്ങിന് അല്ലെങ്കിൽ അത് കാണാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താ പറയുക, അക്യൂട്ട് പോയിസണിങ് ഉണ്ടായി എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. Chronic exposure, on other hand, can cause more symptoms such as mental retardation, birth defects, psychosis, autism, allergies, dyslexia, weight loss, hyperactivity, paralysis, muscular weakness, brain damage, kidney damage, and may even cause death. അപ്പം ഇത് ശരിക്കും ഈ ലെഡ് പോയിസണിങ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളെയും റീറ്റാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ലെഡ് പോയിസണിങ്ങിന് കാരണമാകുന്നു. അപ്പോൾ അതായത് ഹൈപ്പർ ആക്ടിവിറ്റി, നമ്മുടെ ബർത്ത് ഡിഫക്ട്സ്, മെൻ്റൽ റിട്ടാർഡേഷൻ, ഇപ്പോൾ ബുദ്ധി വളർച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ഈ ലെഡ് പോയിസണിങ് അഫക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളർന്നു വരുന്ന ആ ബേബിയിലും കൂടെ അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്തെങ്കിലും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓട്ടിസംസ്, അലർജീസ്, അങ്ങനെ ഒരുപാട് സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പലതിലും റീട്ടാർഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലെഡ് പോയിസണിങ്ങിന് കാരണമാകും. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ മൂവ് ഓൺ ടു ദ മെർക്കുറി എന്ന ഹെവി മെറ്റൽ എങ്ങനെയാണ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് കാണാൻ പോകുന്നത്. നമുക്കറിയാം മെർക്കുറി എന്ന് പറയുന്നത് നമ്മൾ തെർമോമീറ്ററിൽ കാണുന്ന ഒരു മെറ്റലാണ്. അത് ലിക്വിഡ് ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. മെറ്റൽ ഫോമിലിരിക്കുന്ന ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു മെറ്റൽ എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഒരു ഷൈനി സിൽവർ അപ്പിയറൻസ് ഒക്കെയാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളർലെസ്, ഓർഡർലെസ് ഗ്യാസായിട്ട് മാറും. മണമോ കളറോ ഒന്നും ഇല്ലാത്ത ഒരു ഗ്യാസായിട്ട് മാറാനായിട്ട് മെർക്കുറിക്ക് സാധിക്കും.
മെയിൻലി ഈ മെർക്കുറി ഇഫക്റ്റ് ചെയ്യുന്നത് മറൈൻ എൻവയോൺമെൻറ്റിലാണ്. അത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തതാണ് മറൈൻ എൻവയോൺമെൻറ്റിലായിരിക്കാം കൂടുതൽ മെർക്കുറി ഇഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം എങ്ങനെ ഈ മെർക്കുറി നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് എത്തുന്നു? വാട്ട് ആർ ദ മേജർ സോഴ്സസ് ഓഫ് മെർക്കുറി പൊല്യൂഷൻ? അഗ്രികൾച്ചർ, മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജസ്, മൈനിങ്, ഇൻസിനറേഷൻ, ഡിസ്ചാർജസ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, അതെല്ലാം വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തു നിന്നും മെർക്കുറി എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മെർക്കുറി exist in 3 different forms and all 3 possess different levels of bioavailability and toxicity. മെർക്കുറി 3 ഫോമിലായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് ഏത് ഫോമിലാണെങ്കിലും അതിനൊരു പ്രത്യേക ബയോ അവൈലബിലിറ്റിയും ഒരു ടോക്സിസിറ്റിയും ഉണ്ടാവും. ദ 3 ഫോംസ് ഇൻക്ലൂഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, മെറ്റാലിക് എലമെൻറ്റ്സ് ആൻഡ് ഇനോർഗാനിക് സോൾട്സ്. ഇനി ഏതൊക്കെയാണ് മെർക്കുറിയുടെ 3 ഫോംസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഓർഗാനിക് കോമ്പൗണ്ട്, മെർക്കുറിക്ക് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ ഇരിക്കാം, അല്ലെങ്കിൽ മെറ്റാലിക് എലമെൻ്റ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ ഇനോർഗാനിക് സോൾട്ട് ആയിട്ടും ഇരിക്കാം. ആസ് സ്റ്റേറ്റഡ് എബോവ് ദേ ആർ പ്രസൻറ്റ് ഇൻ വാട്ടർ റിസോഴ്സസ് സച്ച് എസ് ഓഷ്യൻസ്, റിവേഴ്സ് ആൻഡ് ലേക്സ്. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 ഫോമുകളിലായിട്ട് മെർക്കുറി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലേക്സിലും ഓഷ്യൻസിലും വാട്ടറിലും ഒക്കെ ഇതിന് വരാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ദേ ആർ absorbed by microorganisms and go through biomagnification, causing significant disturbance to aquatic life. അപ്പം അങ്ങനെ മൈക്രോ ഓർഗാനിസംസ് ഇതിനെ അബ്സോർബ് ചെയ്യുകയും ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാനായിട്ടും സാധിക്കും. ബയോമാഗ്നിഫിക്കേഷൻ എന്താണ്, ആ പ്രോസസ്സ് എന്താണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ മെൻഷൻ ചെയ്തതാണ്. ബയോമാഗ്നിഫിക്കേഷന് കോസിംഗ് ആയിട്ട് തീരുകയും ചെയ്യും. മെർക്കുറി ഹേർട്സ് മറൈൻ ലൈഫ് ബട്ട് ക്യാൻ ഓൾസോ വെരി ഹാംഫുൾ ടുവേർഡ്സ് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. മെർക്കുറി മറൈൻ ലൈഫിനെ മാത്രം അല്ല എഫക്റ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹയർ ലെവൽ ഓഫ് മെർക്കുറി എക്സ്പോഷർ ക്യാൻ ചേഞ്ച് ബ്രെയിൻ ഫങ്ഷൻസ്. ഇറ്റ് ക്യാൻ ലീഡ് ടു ഷൈനസ്, ട്രൂമേഴ്സ്, മെമ്മറി പ്രോബ്ലംസ്, ഇറിറ്റബിലിറ്റി ആൻഡ് ചേഞ്ചസ് ഇൻ വിഷൻ ഓർ ഹിയറിംഗ്. ഇപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഹ്യൂമൻസിനെയും നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുവാനായിട്ട് മെർക്കുറിക്ക് സാധിക്കും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഹയർ ലെവലിൽ മെർക്കുറി എക്സ്പോഷറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിന് കുറച്ച് ചേഞ്ചുകളൊക്കെ സംഭവിക്കും. നമുക്ക് ഒരു ഷൈനസ്, മെമ്മറി പ്രോബ്ലംസും, അതുപോലെ തന്നെ കണ്ണ് കാണാൻ മേലായി വരിക, ചെവി കേൾക്കാൻ പറ്റാതെ വരിക പോലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ പോലുള്ള കുറച്ച് ഡിഫക്റ്റുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇനിയും അടുത്ത ഹെവി മെറ്റലാണ് കാഡ്മിയം. അക്കോർഡിംഗ് ടു 80 SDR റാങ്കിങ്, കാഡ്മിയം ഇസ് ദ 7th മോസ്റ്റ് ടോക്സിക് ഹെവി മെറ്റൽ. ടോക്സിക് മെറ്റലുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 7ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഹെവി മെറ്റലാണ് കാഡ്മിയം എന്ന് പറയുന്നത്. Cadmium is interesting in that once it is exposed to humans or animals in their environment, it will accumulate inside the body throughout the life of the human or animal. Though cadmium was used to replacement of tin in WWI and pigment in plane industries back in the days, nowadays it is seen mostly in dischargeable batteries, tobacco smoke and some alloys production. അപ്പം ഈ കാഡ്മിയത്തിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിങ്ങും അതുപോലെ തന്നെ ഏറ്റവും ബാഡ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഇത് ഹ്യൂമൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹ്യൂമൻസിലേക്കോ ആനിമൽസിലേക്കോ എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും ത്രൂ ഔട്ട് ദ ലൈഫ്. ഇതിന് പിന്നെ എന്ത് ചെയ്യത്തില്ല, പുറത്തേക്ക് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ WWIയിലും അതുപോലെ പെയിൻറ്റിൽ പിഗ്മെൻറ്റ്സിലും ഒക്കെ പെയിൻറ്റ് ഇൻഡസ്ട്രീസിലെ പിഗ്മെൻറ്റിന് പകരമൊക്കെ നമ്മൾ ഈ കാഡ്മിയത്തിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ കാഡ്മിയം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഡിസ്ചാർജബിൾ ബാറ്ററീസ്, ടുബാക്കോ സ്മോക്ക്, അതിൽ കാഡ്മിയത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അലോയ്സ് പ്രൊഡക്ഷനിലൊക്കെ നമ്മൾ കാഡ്മിയം ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ടോക്സിസിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഇത് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യത്തില്ല, പിന്നീട് ഇത് പുറത്തേക്ക് പോകില്ല. ത്രൂ ഔട്ട് ദ ലൈഫ് ടൈം ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ കാണും. ഇഫക്ട്സ് ഓഫ് കാഡ്മിയം ഓൺ ദ കിഡ്നി ആൻഡ് ബോൺസ് ഇൻ ഹ്യൂജ്. അപ്പം നമ്മുടെ കിഡ്നിയിലും ബോൺസിലും ഒക്കെ ആയിരിക്കും ഈ കാഡ്മിയം നന്നായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ക്യാൻ കോസ് ബോൺ മിനറലൈസേഷൻ വിച്ച് ഈസ് ദ പ്രോസസ് ഓഫ് ലേയിങ് ഡൗൺ മിനറൽസ് ഓൺ ദ മെട്രിക്സ് ഓഫ് ദ ബോൺ. അപ്പം ബോൺ മിനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവാനായിട്ട് ഈ കാഡ്മിയം കൊണ്ട് ഇതാവും. എന്ന് വെച്ചാൽ നമ്മുടെ മിനറൽസ് എല്ലാം ബോണിൻ്റെ മെട്രിക്സിൽ വന്ന് അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ്. ദിസ് ക്യാൻ ഹാപ്പൻ ത്രൂ റീനൽ ഡിസ്ഇൻഫെക്ഷൻ ഓർ ബോൺ ഡാമേജ്. അപ്പോൾ ഇതിന് ഫലമായിട്ട് നമ്മുടെ റീനൽ അല്ലെങ്കിൽ റെറ്റിനൽ പ്രോബ്ലംസും ബോൺ ഡാമേജും
ഡാമേജസും ഒക്കെ സംഭവിക്കും. അപ്പോൾ കാഡ്മിയം എന്ന് പറയുന്നത് ശരിക്കും ബോണിനെയും കിഡ്നീനെയും എന്താ പറയുക അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസിനൊക്കെ ഒരു ഡിഫക്റ്റ് സംഭവിക്കുന്നതാണ് കാഡ്മിയം ഉള്ളിൽ ചെന്നാലുള്ള കാര്യം. പിന്നെ കാഡ്മിയം ഉള്ളിൽ ചെന്നാൽ അത് പുറത്തേക്ക് പോകാനായിട്ട് ഒരുപാട് ടൈം എടുക്കും, അല്ലെങ്കിൽ ചിലപ്പം പോയില്ല എന്ന് തന്നെ വരും. ഓക്കെ, അടുത്തത് നമ്മുടെ ഒരു കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നൊരു ഓക്സൈഡ്. അപ്പോൾ ഹെവി മെറ്റൽസിൻ്റെ ഇപ്പം ഹെവി മെറ്റൽസിൻ്റെ ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. ഇനി നമുക്ക് കാർബൺ മോണോക്സൈഡ് നോക്കാം. കാർബൺ മോണോക്സൈഡ് നമുക്കറിയാം അതൊരു ടോക്സിക് ഗ്യാസാണ്. അതിനെ നമുക്ക് കാണുവാനോ സ്മെല്ല് ചെയ്യാനോ സാധിക്കത്തില്ല, പക്ഷേ അതൊരു ടോക്സിക് ഗ്യാസാണ്. Breathing CO can cause headache, dizziness, vomiting, nausea. If CO levels are high enough, you may become unconscious or die. Exposure to moderate and high levels of CO over long period of time has also been linked with the increased risk of heart diseases. People who serve CO poisoning may suffer long-term health problems. അതായത് CO എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. നമ്മൾ കാർബൺ മോണോക്സൈഡിനെ ഒരിക്കലും ശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹെഡേക്ക്, വോമിറ്റിംഗ്, നോസിയ ഒക്കെ ഉണ്ടാകും. പിന്നെ വെരി ഹൈ കോൺസെൻട്രേഷനിലാണ് കാർബൺ മോണോക്സൈഡ് ഉള്ളിലേക്ക് ചെന്നിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി പോവുകയും മരണം വരെ സംഭവിക്കാനും പറ്റും. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ലോങ് പീരീഡിലത്തേക്ക് നമ്മൾ CO യുമായിട്ടൊരു കമ്മിങ് ഇൻ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹേർട്ട് ഡിസീസിനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ ഈവൻ മരണം വരെ സംഭവിക്കാം, ബട്ട് കൂടുതലായിട്ട് മരണം സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ ഹേർട്ട് ഡിസീസുകൾക്കൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസാണ് ഉണ്ടാവുന്നത്. ഓൾ പീപ്പിൾ ആർ അറ്റ് ദ റിസ്ക് ഓഫ് CO പോയിസണിങ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഈ കാർബൺ മോണോക്സൈഡിൻ്റെ പോയിസണിങ് തന്നെയാണ്. അൺബോൺ ബേബീസ്, infants, the elderly, the people with chronic heart disease, anemia or respiratory problems are generally more at risk than other problems. അപ്പം ഈവൻ എന്താ പറയുക ഇൻഫൻസ്, ജനിച്ച ശിശുക്കൾ, നമ്മുടെ പ്രായമായവർ അല്ലാത്തവർ എല്ലാവരും ഈ CO പോയിസണിങ് വളരെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പോയിസണിങ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഓരോ കോൺസെൻട്രേഷൻ, ഈ കാർബൺ മോണോക്സൈഡിൻ്റെ തന്നെ പല കോൺസെൻട്രേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കോൺസെൻട്രേഷനിലും അല്ലെങ്കിൽ ഓരോ കോൺസെൻട്രേഷനും നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് സിംറ്റംസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് കൊടുത്തിരിക്കുന്ന ഒരു ടേബിളാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത് പാർട്സ് പെർ മില്യൺ യൂണിറ്റിലാണ്. അപ്പോൾ 35 ppm ആണെങ്കിൽ ഹെഡേക്ക്, ഡിസിനസ് വിതിൻ 6 to 8 hours ഓഫ് constant exposure. ഇനി 100 ppm ആണെങ്കിൽ സ്ലൈറ്റ് ഹെഡേക്ക് ഇൻ 2 to 3 hours. 200 ppm സ്ലൈറ്റ് ഹെഡേക്ക് വിതിൻ 2 to 3 hours. ലോസ് ഓഫ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ മനസ്സിലായല്ലോ ഓരോ ppm എത്രത്തോളം ppm നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് പറയുന്നത്. 400 ppm parental headache within 1 or 2 hours. 800 ppm dizziness, nausea, convulsions within 45 minutes. 1600 ppm headache, increased heart rate, dizziness and nausea within 20 minutes. Death in less than 2 hours. 3200 ppm headache, dizziness, nausea in 5 to 10 minutes. Death within 30 minutes. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 12,800 ppm ആണെങ്കിൽ അൺകോൺഷ്യസ്നെസ് ആഫ്റ്റർ 2 to 3 ബ്രീത്ത്, ഡെത്ത് ഇൻ ലെസ് ദാൻ 3 minutes. അപ്പം 12,800 ppm ആണ്, അല്ലെങ്കിൽ 1.28% ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിതിൻ 3 minutes മരണം സംഭവിക്കും. കാർബൺ മോണോക്സൈഡ് അത്രത്തോളം പെർസെൻറ്റേജിൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ മരണം വിതിൻ 2 to 3 minutes മരണം സംഭവിക്കും. The carbon monoxide tolerance level of any person is altered by several factors including activity level, rate of ventilation, pre-existing cerebral or cardiovascular disease, cardiac output, anemia, sickle cell disease and other hematological disorders, barometric pressures and metabolic rate. ഇനിയും ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പേഴ്സണൽ എബിലിറ്റി അനുസരിച്ചിട്ട് ഈ കാർബൺ മോണോക്സൈഡ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും, അല്ലാതെയും പറ്റും. ചിലരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ചെല്ലാനായിട്ട് പറ്റും, പക്ഷേ ചിലർക്ക് കുറച്ച് റെസിസ്റ്റൻസ് പവറും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ എത്തിപ്പെടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഓരോരുത്തരുടെ ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് ചെല്ലുന്നത് വ്യത്യസ്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് അപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇപ്പം അതുകൊണ്ട് കാർബൺ മോണോക്സൈഡിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ബാക്കി നിങ്ങൾക്ക് ഇപ്പോൾ 4 സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലെഡ്, കാഡ്മിയം, മെർക്കുറി ആൻഡ് കാർബൺ മോണോക്സൈഡ്. അപ്പം
ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസും കൂടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷനും കൂടെ ആഡ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഒരു എക്സാമിന് വേണ്ടിയിട്ട്. കൂടുതൽ ഇൻഫോർമേഷൻസ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻഫോർമേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ലെക്ചർ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ബാക്കി പോർഷൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോന്നും നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് തന്നെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പം മെസ്സേജ് അയച്ചോ വിളിച്ചോ ഒക്കെ ചോദിക്കാം. അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നമുള്ളതല്ല. അപ്പം കൃത്യമായിട്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വെച്ച് നിർത്താം. താങ്ക് യു.